ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ ഓണം ഇങ്ങെത്തിയല്ലേ. അപ്പോൾ ഒരു ഓണം ഷോപ്പിങ്ങിന് പോയാലോ? യെസ്, ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ എൻ ഓണം ഷോപ്പിംഗ്. ഞങ്ങൾ കോഴിക്കോടുള്ള ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നോക്കിയിരുന്നത് ഷർട്ടും അതുപോലെ തന്നെ മുണ്ടുമാണ്. അപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ചേട്ടന് ബ്ലാക്ക് ഷർട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒക്കെ സെലക്ട് ചെയ്തു. അതൊന്നു ഫിറ്റ് ചെക്കൊക്കെ ചെയ്തതിന് ശേഷം അതിന് ആപ്റ്റായിട്ടുള്ളൊരു മുണ്ടാണ് ഇപ്പം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിന് പറ്റിയിട്ടുള്ളൊരു മുണ്ട് കിട്ടിയിട്ടില്ല. ഇനി അടുത്തൊരു ഷോപ്പിലും കൂടി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധനം വാങ്ങിച്ച് ഇറങ്ങി കേട്ടോ. എല്ലാ തവണയും ഓണക്കോടി ആണല്ലോ എടുക്കാറ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ചിന്ത, അതായത് ഈ ഓണക്കോടി എന്നൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം എടുക്കാം. അതെ, തൊട്ടടുത്തുള്ള മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഗോകുലം മാളിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കണം, കൂടാതെ ഇവിടെ നാലുകെട്ട് പായസത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് നല്ല അടപ്രഥമനും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബ്രൗണിയും കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വീക്ക്നെസ് ആയി മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് നാലുകെട്ട് പായസത്തിലേക്കാണ്. നല്ല അടപ്രഥമനും ബ്രൗണിയും ഒക്കെ അവിടുന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. എത്രാമത്തെ തവണയാണ് ഞാൻ ഇത് കഴിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ യാതൊരുവിധ ഐഡിയയില്ല. അങ്ങനെ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ അടുത്ത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളൊരു ചെറിയ ഡിസ്കഷനൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ട്രെൻഡ്സിലോട്ടാണ് പോയിരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്ലിപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം, സൂപ്പർ ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ രസമുണ്ട് കാണാൻ. പിന്നെ ഈ ചെയിൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പിന്നെ ഒരു ഡൗട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തൽക്കാലത്തേക്ക് ഈ ഒരു ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നേരെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. കൊള്ളാം അല്ലേ? അപ്പം ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. എനിവേ ചിൽഡ്രൻ, ടേക്ക് കെയർ ഓഫ്, ബൈ.